Hello, welcome to anooptube. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് എസ് ടി എൽ കണ്ടെയ്നേഴ്സിൻ്റെ നെക്സ്റ്റ് വീഡിയോ ആണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എസ് ടി ഡി പെയറും ആൻഡ് എസ് ടി ഡി ടപ്പിൾ, ഈ രണ്ട് സംഭവങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയിരുന്നത് എന്താണ് എസ് ടി ഡി വെക്റ്റർ, അതിൻ്റെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് എന്താണ് എസ് ടി ഡി പെയർ ആൻഡ് എസ് ടി ഡി ടപ്പിൾ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് സിമ്പിളായിട്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് നമുക്ക് റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ഈ സംഭവം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് എസ് ടി ഡി പെയർ ആൻഡ് എസ് ടി ഡി ടപ്പിൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എസ് ടി ഡി പെയർ എന്താണെന്നാണ്. അപ്പോൾ പേര് തന്നെ കിട്ടും. പെയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? രണ്ട് വാല്യൂസ് അല്ലെങ്കിൽ രണ്ട് സംഭവങ്ങൾ, രണ്ട് ഒബ്ജക്ട്സ്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, പെയർ ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, പെയർ ചെയ്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കണ്ടെയ്നറാണ് എസ് ടി ഡി പെയർ എന്ന് പറഞ്ഞ സംഭവം. അത് സിമ്പിളായിട്ടൊരു കൺസെപ്റ്റാണ്. നമുക്ക് ഒന്നിൽ കൂടുതൽ ഡാറ്റ ടൈപ്സ് അല്ലെങ്കിൽ സെയിം ഡാറ്റ ടൈപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ രണ്ട് വേരിയബിൾസിനെ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടെയ്നറിൻ്റെ പറയുന്ന പേരാണ് എസ് ടി ഡി പെയർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനകത്ത് നിന്ന് നമുക്ക് ഒരു കുട്ടറ പേരും ഒരു കുട്ടറ മാർക്കും നമുക്ക് റിട്ടേൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, രണ്ട് സംഭവം വേരിയബിൾസ് റിട്ടേൺ ചെയ്യണമെന്നുണ്ട് അല്ലേ, രണ്ട് വേരിയബിൾസ് നമുക്ക് റിട്ടേൺ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് വേരിയബിൾസ് റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു അറേയായിട്ട് റിട്ടേൺ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരു സ്ട്രക്ചറായിട്ട് റിട്ടേൺ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഏത് ടൈപ്പിൽ വെച്ചാൽ ഇപ്പോൾ വെക്ടറായിട്ട് എങ്ങനെ വെച്ചാൽ നമുക്ക് റിട്ടേൺ ചെയ്യാം. പക്ഷേ ഏറ്റവും സിമ്പിളസ്റ്റ് മെത്തേഡ് ആൻഡ് സിമ്പിളസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു എസ് ടി ഡി പെയർ ആയിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എസ് ടി ഡി പെയർ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്, അതിൻ്റെ സിൻടാക്സ് എന്താണ്, അതിൻ്റെ ഫംഗ്ഷനാലിറ്റീസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഇതിനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക്കലി ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു എസ് ടി ഡി പെയറിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് നമുക്ക് എസ് ടി ഡി : പെയർ എന്ന് എഴുതാം. ഓക്കെ, പെയർ എന്ന് എഴുതിയ ശേഷം ഒരു ലെസ് ദാൻ സിമ്പിളും ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിളും ഇടുക. ഓക്കെ, ഇങ്ങനെയാണ് ബേസിക്കലി നമ്മൾ എല്ലാ എസ് ടി എൽ കണ്ടെയ്നേഴ്സും നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടി വരുന്നത്. ഇങ്ങനെയായിരിക്കും ഒട്ടുമിക്ക എന്താ പറയുക എസ് ടി എൽ കണ്ടെയ്നേഴ്സ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇതെല്ലാം ടെംപ്ലേറ്റൈസ്ഡ് ആണ്. അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്താണ് ടെംപ്ലേറ്റ്. ഓക്കെ, ടെംപ്ലേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഒരു ജനറിക് പ്രോഗ്രാമിംഗ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആലോചിക്കുക, ഇതിൻ്റെ ടൈപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെംപ്ലേറ്റ് ആർഗ്യുമെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓപ്പൺ ഒരു ലെസ് ദാൻ സിമ്പിളും ഗ്രേറ്റർ ദാൻ സിമ്പിളും നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അതിന് പറയുന്നത് പോലെ ടെംപ്ലേറ്റ് ആർഗ്യുമെൻറ്റ്സ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ടെംപ്ലേറ്റ് ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ടൈപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എസ് ടി ഡി പെയർ എന്നതിന് ശേഷം നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് ഡാറ്റയുടെ ടൈപ്പ് എന്തായിരിക്കും. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡാറ്റയുടെ ടൈപ്പ്, അപ്പോൾ ടൈപ്പ് 1 കോമാന്ന് എഴുതുക, അതിനുശേഷം ടൈപ്പ് 2. ഓക്കെ, ടൈപ്പ് 2 അതിനുശേഷം എന്ത് ചെയ്യും, വേരിയബിൾ നെയിം എഴുതും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഒരു പെയർ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഒരു വാല്യൂ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു കേളി ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം, മേക്ക് പെയർ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കത് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി ഉള്ള ഒരു സിൻടാക്സ് എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിൻടാക്സ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഒരു പെയർ നമ്മൾ ഡിക്ലെയർ ചെയ്യാമെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ എഴുതാൻ പോവുകയാണ്. ഈ ഫംഗ്ഷൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേരും സ്റ്റുഡൻറ്റിൻ്റെ മാർക്കും നമ്മൾ റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ചെയ്യുന്ന ടൈപ്പ് എന്തായിരിക്കും, എസ് ടി ഡി പെയർ ആയിരിക്കും അല്ലേ. അപ്പോൾ എസ് ടി ഡി പെയർ ഓഫ് നമുക്ക് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേരാണല്ലേ, അപ്പോൾ എസ് ടി ഡി സ്ട്രിങ് ആണ് നമുക്ക് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എസ് ടി ഡി സ്ട്രിങ് എഴുതി അതിനുശേഷം കോമ ഇട്ടിട്ട് എന്ത് ചെയ്യും, രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ റിട്ടേൺ ചെയ്യുന്ന ടൈപ്പ് എന്തായിരിക്കും, ഇൻറ്റിജർ ആയിരിക്കും, മാർക്കാണ്, അപ്പോൾ ഇൻറ്റിജറാണ്, അപ്പോൾ ഇൻറ്റ് എഴുതി. ഓക്കെ, അതിനുശേഷം നമ്മൾ ഗെറ്റ് സ്റ്റുഡൻറ്റ് നെയിം ആൻഡ് മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ്റെ പേര് എഴുതിയിട്ടോ. ഓക്കെ, അതിനുശേഷം ഇത് റിട്ടേൺ ചെയ്യാൻ പോകുന്നത് എന്താണ്, റിട്ടേൺ ചെയ്യുന്നത് നെയിമും പിന്നെ മാർക്കുമാണ് റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് റിട്ടേൺ എന്ന് എഴുതുക, അതിനുശേഷം ഒരു കേളി ബ്രാക്കറ്റ് ഇടുക, അതിനുശേഷം ഫസ്റ്റ് എന്താണ് നെയിം ആയിരിക്കില്ല അല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ അനൂപ് എന്ന് എഴുതിയിട്ടോ, എൻ്റെ പേരെന്ന് എഴുതി, അതിനുശേഷം ഇട്ടിട്ട് രണ്ടാമത്തെ മാർക്ക് ഒരു മാർക്ക് ഞാൻ കൊടുക്കാൻ പോവാണ്, ഒരു 50 എന്ന് പറഞ്ഞിട്ട് ഞാൻ മാർക്ക് കൊടുത്തു. ഇതാണ് ബേസിക്കലി ഇത് റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും ബേസിക്കലി. അപ്പോൾ നമുക്കിതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, നമുക്ക് മെയിനിനകത്തൊരു ഫംഗ്ഷൻ ഒരു വേരിയബിൾ ഉണ്ടാക്കണം അല്ലേ, അതായത് എസ് ടി ഡി പെയറിൻ്റെ ഒരു വേരിയബിൾ ഉണ്ടാക്കണം. അപ്പോൾ എസ് ടി ഡി പെയർ എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് എന്താണ് എസ് ടി ഡി സ്ട്രിങ് ആണ് വരിക അല്ലേ. അപ്പോൾ എസ് ടി ഡി
സ്ട്രിങ് കോമ ഇൻ്റ് എന്ന് കൊടുത്തു. അതിനുശേഷം സ്പേസ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വേരിയബിളിൻ്റെ വേരിയബിളിൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ സ്റ്റുഡൻറ്റ് നെയിം ആൻഡ് മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വേരിയബിൾ ഉണ്ടാക്കി. അതിനുശേഷം സ്റ്റുഡൻറ്റ് നെയിം ആൻഡ് മാർക്ക് ഈക്വൽ ടു ഗെറ്റ് സ്റ്റുഡൻറ്റ് നെയിം ആൻഡ് മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ കോൾ ചെയ്തു. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുക, ഗെറ്റ് സ്റ്റുഡൻറ്റ് മാർക്ക് നെയിം ആൻഡ് മാർക്ക് എന്ന് പറഞ്ഞ സംഭവം റിട്ടേൺ ചെയ്യുന്ന ഒരു പെയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പെയർ ഇവിടെ കിട്ടിയില്ലേ. അപ്പോൾ നമ്മൾ ബേസിക്കലി ഇതിനെ സ്റ്റോർ ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ സ്റ്റോർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ യൂസ് ചെയ്യണം. അപ്പോൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ എലമെൻറ്റ് എടുക്കണം, രണ്ടാമത്തെ എലമെൻറ്റ് എടുത്തിട്ടാണ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ എടുക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റത്തെ എലമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒബ്ജക്റ്റ് നെയിം നമുക്ക് ഓൾറെഡി വേരിയബിൾ നെയിം ഉണ്ടല്ലോ, ഓൾറെഡി വേർ നെയിം. ഓക്കെ, വേരിയബിൾ നെയിം നമ്മൾക്ക് ഓൾറെഡി ഉണ്ട്. വേരിയബിൾ നെയിമിൽ ഡോട്ട് ഫസ്റ്റ് എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഫസ്റ്റ് എലമെൻറ്റ് കിട്ടും. ഇനി വേരിയബിൾ നെയിം ഡോട്ട് സെക്കൻഡ് എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സെക്കൻഡ് ആയിട്ടുള്ള നമ്മുടെ ഒബ്ജക്റ്റ് കിട്ടും, സെക്കൻഡ് ഒബ്ജക്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് STL കണ്ടെയ്നേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതായത് പെയർ എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് പ്രിൻറ്റ് ചെയ്യണം. std cout എന്ന് എഴുതിയതിനു ശേഷം ഞാൻ നെയിം എഴുതിയതിനു ശേഷം ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് നെയിം ആൻഡ് മാർക്ക് ഡോട്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നെയിം ആയിരിക്കും ഉണ്ടാവുക അല്ലേ. അതേപോലെ തന്നെ std cout മാർക്ക് എന്ന് എഴുതി, അതിനുശേഷം സ്റ്റുഡൻറ്റ് നെയിം ആൻഡ് മാർക്ക് ഡോട്ട് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക, നമ്മുടെ മാർക്കായിരിക്കും കിട്ടാണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഒരു പെയറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതും നമ്മൾ എന്ത് ചെയ്യണത്, അതിനെ യൂസ് ചെയ്യുന്നതും. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് നോക്കട്ടെ. അത് ഫസ്റ്റ് ടൈപ്പ് ഓഫ് യൂസേജാണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അത് കമ്പൈൽ ചെയ്യാണ്. ഓക്കെ, ./a.out എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു നെയിം അനൂപ് കിട്ടി, മാർക്ക് 50 കിട്ടി. ഇങ്ങനെയാണ് ബേസിക്കലി ഉള്ള ഒരു പെയറിൻ്റെ യൂസേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് റിട്ടേൺ ആണ് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ഓഫ്, നമുക്കൊരു സ്പെഷ്യലായിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്, മേക്ക് പെയർ എന്ന് പറഞ്ഞിട്ട് സംഭവം. പെയറിനെ മേക്ക് ചെയ്യാനുള്ളൊരു ഫംഗ്ഷനാണ്, പേര് എന്ന് പറഞ്ഞിട്ട് മേക്ക് പെയർ. അപ്പോൾ std മേക്ക് പെയർ ഓഫ്, നമുക്ക് അതിൻ്റെ ടൈപ്പ് കൊടുക്കണം. ഫസ്റ്റ് എന്താണ്, std സ്ട്രിങ് കോമ ഇൻ്റാണ് രണ്ടാമത്തെ ടൈപ്പ്. അതിനുശേഷം നമ്മൾ കൊടുക്കുകയാണ് അനൂപ് കോമ നമുക്കെന്താണ് ഇത് കൊടുക്കുന്നത് 50. ഓക്കെ, അങ്ങനെയാണ് ബേസിക്കലി നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സെയിം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം ആയിട്ടുള്ള ഔട്ട്പുട്ട് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ കണ്ടോ നെയിം അനൂപ് മാർക്ക് 50. അപ്പോൾ നമുക്ക് ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കേളി ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെയർ ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് പെയർ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ പെയർ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് സ്പെസിഫിക്കലി അതിന് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ടൈപ്പ് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. നമ്മൾ ഏത് ടൈപ്പിലാണ് ഇത് നമ്മൾ സെൻഡ് ചെയ്യാൻ പോകുന്നത്, ഐ മീൻ അയച്ചു കൊടുക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പെസിഫിക്കലി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ടൈപ്പ് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക്കലി ഉള്ള ഒരു പെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ്. STD പെയറിൻ്റെ ഒരു കൺസെപ്റ്റ് ഇങ്ങനെയാണ്. ഇതിൽ ബേസിക്കലി 2 ഓപ്പറേഷൻസേ ഉള്ളൂ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ. ഓക്കെ, ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ടപ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ടപ്പിൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ഈ പെയറും ടപ്പിളും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നോക്കാൻ വേണ്ടി വളരെ സിമ്പിളാണ്. പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ഒബ്ജക്റ്റാണ് നമുക്ക് അറ്റ് എ ടൈം സെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ടപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്ജക്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻഡ് ചെയ്യാൻ പറ്റും ഒരു ഫംഗ്ഷനിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഈ ടപ്പിളിൻ്റെ നമുക്ക് ഒരു ഇംപ്ലിമെൻറ്റേഷൻ നോക്കാം. അപ്പോൾ നമുക്ക് ടപ്പിളിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പോകുന്നത് സിൻടാക്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സിൻടാക്സ് വന്ന് ടപ്പിൾ ചെയ്യാനുള്ള ടപ്പിൾ ഉണ്ടാക്കാനുള്ള സിൻടാക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്തായിരിക്കും, നമ്മളിതെല്ലാം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഒരു ഹെഡർ ഫയലിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡ് ടപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡർ ഫയലിനകത്തായിരിക്കും. പക്ഷേ പെയർ എന്ന് പറഞ്ഞ സംഭവം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഹെഡർ ഫയലിനകത്താണ്. അത് ഓൾറെഡി സ്ട്രീമിനകത്ത് ഇൻക്ലൂഡഡ് ആയതുകൊണ്ടായിരിക്കണം മേ ബി നമുക്ക് എറർ ഒന്നും വരാഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും നമുക്ക് ഓരോ ഹെഡർ ഫയൽ എന്തൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ടപ്പിൾ എന്ന് പറഞ്ഞ സംഭവം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ടപ്പിൾ എന്ന് പറഞ്ഞുള്ള ഹെഡർ ഫയലിനകത്ത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് std ടപ്പിൾ എന്ന് നമ്മൾ വിളിക്കുക. ഓക്കെ, std ടപ്പിൾ ഓഫ് നമുക്ക് ഓരോ ടൈപ്പ് എത്ര എലമെൻ്റ് ഉണ്ട് വെച്ചാൽ അത്രയും. അപ്പോൾ ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത് 3 ടൈപ്പാണ് കേട്ടോ. 3 ടൈപ്പാണ്, 2 കൂടുതൽ നമുക്ക് പറയാൻ പറ്റും. ഞാൻ ഫസ്റ്റ് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത് സ്റ്റുഡൻറ്റിൻ്റെ മാർക്കാണ്. അപ്പോൾ നമുക്ക് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, നമുക്ക് എത്ര വേണമെങ്കിൽ ടൈപ്പ് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. എത്ര ടൈപ്പ് ഇട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ വേരിയബിൾ നെയിം. ഓക്കെ, വേരിയബിൾ നെയിം കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഇതിനെ സിൻടാക്റ്റിക്കലി നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ നമുക്ക് വാല്യൂ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ബേസിക്കലി ഒരു കേളി ബ്രാക്കറ്റ് ഇട്ടെടുത്ത് കൊടുക്കാൻ പറ്റും.
ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് മേക്ക് പെയർ എന്ന് പറയുന്ന പോലെ തന്നെ മേക്ക് ടപ്പിൾ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നോക്കാം. ഓക്കെ, ഇങ്ങനെയാണ് യൂസ് ചെയ്യുക. ഇനി നമുക്കിതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഫംഗ്ഷനാലിറ്റി ഉണ്ട്. STD ഗെറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാലിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുക, ടപ്പിളിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ STD ഗെറ്റ് ഓഫ് നമുക്ക് ഫസ്റ്റ് ആർഗ്യുമെൻ്റ് ആണെങ്കിൽ ഫസ്റ്റത്തെ ഒബ്ജക്റ്റാണ് എടുക്കേണ്ടെങ്കിൽ 0 എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ എന്ത് ചെയ്യുക, നമ്മുടെ വേരിയബിൾ നെയിം കൊടുക്കുക. അത് ടപ്പിളിൻ്റെ വേരിയബിൾ നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് റിട്ടേൺ ചെയ്യുന്നത് ഇതിൻ്റെ ഫസ്റ്റത്തെ എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, ഫസ്റ്റത്തെ ഒബ്ജക്റ്റ് ആയിരിക്കും. 1 എന്ന് പറഞ്ഞ സെക്കൻഡത്തെ എലമെൻറ്റ് എത്ര സൈസ് ഉണ്ടോ, എത്ര ആർഗ്യുമെൻ്റാണോ നമ്മൾ പാസ് ചെയ്യുന്നത്, അത് എത്ര ഒബ്ജക്റ്റാണോ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, അത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗെറ്റ് വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പോവാണ്. STD ടപ്പിൾ ഓഫ് STD സ്ട്രിങ് കോമ ഇൻഡ് കോമ ക്യാർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താ വെച്ചാൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ നെയിം ആയിരിക്കും, പിന്നെ മാർക്കായിരിക്കും, പിന്നെ ഗ്രേഡ് ആയിരിക്കും. ഈ സംഭവമാണ് നമുക്ക് റിട്ടേൺ ചെയ്തത്. അപ്പോൾ ഗെറ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പേര് കൊടുക്കുന്നത്. ഇതിൻ്റെ വല്ലാത്തൊരു പേര്, വലിയ പേര് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗെറ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. അതിനുശേഷം റിട്ടേൺ ചെയ്യാൻ പോകുന്നത് ഞാൻ ബേസിക്കലി ഒരു കേളി ബ്രാക്കറ്റ് എടുത്താണ് റിട്ടേൺ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റിട്ടേൺ ഇതിന് ശേഷം ഞാൻ ഫസ്റ്റ് കൊടുക്കാൻ പോകുന്ന അനൂപ് എന്ന് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഞാൻ എൻ്റെ മാർക്ക് 50 കൊടുത്തു. അതിനുശേഷം ഗ്രേഡ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ സിംഗിൾ കോട്ടിലുള്ള ക്യാരക്ടറാണല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഗ്രേഡ് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, ഇത് റിട്ടേൺ ചെയ്തു. അപ്പോൾ ഈ സാധനത്തിന് നമുക്ക് യൂസ് ചെയ്യണം. അപ്പോൾ ഈ ടപ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടപ്പിൾ ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ ടപ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സിൻടാക്സ് എന്തായിരുന്നു, STD ടപ്പിൾ ഓഫ് STD സ്ട്രിങ് കോമ ഇൻഡ് കോമ ക്യാർ. ഓക്കെ, ഇതാണ് നമ്മുടെ ടൈപ്പ്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി സ്റ്റുഡൻറ്റ് ഈക്വൽ ടു ഗെറ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ടപ്പിളിനെ കിട്ടും അല്ലേ. ഓക്കെ, ബേസിക്കലി ഇതിന് ടപ്പിളിനെ കിട്ടും. ഇത്രയാണ് നമുക്ക് ബേസിക്കലി ചെയ്യാനുള്ളത്. ഇനി നമുക്കിതിനെ യൂസ് ചെയ്യണം. അപ്പോൾ നമുക്കിത് ഇവിടെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിനൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യട്ടോ, അത് വീണ്ടും ടൈപ്പ് ചെയ്യേണ്ടത് വെച്ചിട്ടാണ്. സ്റ്റുഡൻറ്റിൻ്റെ നെയിമാണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ നെയിം എന്ന് പറയുന്നത് ഏത് പൊസിഷനാണ്, സ്റ്റാർട്ടിംഗ് പൊസിഷനാണ്, അത് 0th പൊസിഷനിലാണുള്ളത്. അപ്പോൾ STD ഗെറ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ STD ഗെറ്റ് ഓഫ് 0 എന്ന് കൊടുത്തു. അതിന് ശേഷം നമ്മൾ അതിലോട്ട് എന്ത് ചെയ്യുക, സ്റ്റുഡൻറ്റിനെ പാസ് ചെയ്യുക. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടപ്പിളാണല്ലേ. അപ്പോൾ അത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നിട്ട് സ്റ്റാർട്ടിങ് എലമെൻറ്റ് കിട്ടും. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ എലമെൻറ്റും നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നെയിമുള്ള സെക്കൻഡ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കാണ്, തേർഡ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡാണ്. അപ്പോൾ ഫസ്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0th 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിമാണ്, ഫസ്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കാണ്, സെക്കൻഡ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡാണ്. അപ്പോൾ ഇത്രയും സാധനം പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെയിം അനൂപ്, മാർക്ക് 50, ഗ്രേഡ് A എന്ന് പറയുന്ന സാധനം കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടപ്പിളിനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും, നമുക്കതിനെ റിട്ടേൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമുക്ക് ഇവിടെ കേളി ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടല്ലേ നമ്മൾ ചെയ്തത്. ഈ സെയിം കാര്യത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മേക്ക് ടപ്പിൾ എന്ന് പറഞ്ഞിട്ട് സംഭവം യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റിട്ടേൺ ഓഫ് STD മേക്ക് ടപ്പിൾ ഓഫ്, നമുക്ക് അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് കറക്റ്റായിട്ട് കൊടുക്കണം, അതായത് ടൈപ്പ് കൊടുക്കണം. ടൈപ്പ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ STD സ്ട്രിങ് എന്ന് കഴിഞ്ഞാൽ ഇൻഡ് കോമ ക്യാർ എന്ന് കൊടുത്തു. അതിനുശേഷം നമ്മൾ അത് കൊടുക്കണത് അനൂപ് 50, A കൊണ്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ സെയിം സാധനം തന്നെ ഇത് കിട്ടും. നമുക്കിതിനെ വീണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം ഔട്ട്പുട്ട് തന്നെ കിട്ടും, അനൂപ് 50 എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഉള്ള ഒരു പെയറിൻ്റെയും ടപ്പിളിൻ്റെയും ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷനിലൂടെ നമുക്ക് നോക്കുന്നുണ്ട്, ഒരു സംഭവമായിട്ട് പറഞ്ഞാൽ അതാണ് STD ടൈ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്പറേഷൻ ഉണ്ട്. STD ടൈ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. STD TIE എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനാലിറ്റി നമുക്ക് ഓൾറെഡി ഉണ്ട്. ഓക്കെ, എന്താ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മളിവിടെ റിട്ടേൺ ചെയ്യുന്നത് ഒരു ടപ്പിൾ ആയാലും പെയർ ആണെങ്കിലും നമുക്ക് ഒന്നിൽ കൂടുതൽ ഒബ്ജക്ട്സ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇതിനെല്ലാം നമുക്ക് ഒരു കറസ്പോണ്ടിങ് വേരിയബിളിലോട്ട് നമുക്ക് അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്കിവിടെ ഒരു പെയർ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, സ്റ്റുഡൻറ്റ് നെയിം മാർക്കും അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് സ്റ്റുഡൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പെയറിലോട്ട് എടുത്തു വയ്ക്കാൻ പറ്റും. ഇതെല്ലാം നമുക്കൊരു പെയർ ആയിട്ടല്ല നമുക്ക് എടുത്തു വെക്കേണ്ടത്. നമുക്ക് 2 വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ STD സ്ട്രിങ് നെയിം എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉണ്ട്, ആൻഡ് ഇൻഡ് മാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉണ്ട് വിചാരിക്കുക. അപ്പോൾ ഈ 2 വേരിയബിളിലോട്ടാണ് നമുക്ക് കറസ്പോണ്ടിങ് ഈ ഗെറ്റ് സ്റ്റുഡൻറ്റ് മാർക്ക് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേരിയബിൾസ് സ്റ്റോർ ചെയ്യേണ്ട, അതിൻ്റെ വാല്യൂസ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ STD ടൈ ഓഫ്, ഓക്കെ, ടൈ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നെയിം ഉണ്ടല്ലോ, നെയിം എന്ന് പറഞ്ഞാൽ കോൾ ചെയ്യുക, കോമ മാർക്ക് ഈക്വൽ ടു ഗെറ്റ് സ്റ്റുഡൻറ്റ് നെയിം ആൻഡ് മാർക്ക് എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനോട്ട് എടുത്ത് വയ്ക്കും. ഓക്കെ, ഈ നെയിമിലോട്ടും മാർക്കിലോട്ടും കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് അതേപോലെ തന്നെ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ സംഭവം പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സെയിം ആയിട്ടുള്ള സംഭവം തന്നെ കിട്ടും. അതായത് അനൂപ 50 നമുക്ക് 2 പ്രാവശ്യം പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമുക്കൊരു STD എൻഡിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം, നമുക്ക് അഡീഷണലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ,
കണ്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നെയിം അനൂപ് അനൂപ് 50 എന്ന് പറഞ്ഞിട്ട് 2 പ്രാവശ്യം നമ്മൾ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, STD ടൈ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ STD ടൈ നമുക്ക് എന്തിനു മാത്രമല്ല, പെയറിൽ വേണ്ടിയിട്ട് മാത്രമല്ല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ടപ്പിളിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ സ്റ്റുഡൻറ്റ് നെയിം ആൻഡ് മാർക്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലേ. അപ്പോൾ ഞാനിതൊന്ന് കമൻറ്റ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്, ഒന്ന് കമൻറ്റ് ചെയ്യാണ്. അതിനുശേഷം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാർ ഗ്രേഡ് എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ക്യാർ ഗ്രേഡ് എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്യാർ ഗ്രേഡിലോട്ടാണ് നമുക്ക് എടുത്ത് വെക്കേണ്ടത് എങ്കിൽ, അപ്പോൾ എസ് ടി ഡി നെയിം മാർക്ക് ഗ്രേഡ് എന്ന് കൊടുത്തു. അതിനുശേഷം ഈക്വൽ ടു ഗെറ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നിട്ട് ഓരോ നെയിമായിട്ട് ഒരു നെയിം മാർക്ക് ഗ്രേഡായിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു ടപ്പിളായിട്ട് റിട്ടേൺ ചെയ്യുന്നുണ്ടല്ലേ. ആ സാധനത്തിനെ ഓരോ വേരിയബിളിലോട്ട് എടുത്ത് വയ്ക്കും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിനെ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചാൽ മതി അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് 2 പ്രാവശ്യം എന്ത് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടല്ലോ ഈ നെയിം അനൂപ് മാർക്ക് 50 ഗ്രേഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 പ്രാവശ്യം പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക്കലി ഉള്ള ഒരു ടൈ എന്ന് പറയുന്ന ഫംഗ്ഷനാലിറ്റി. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്, 4 സംഭവങ്ങളാണ് പഠിച്ചത്. ഒന്ന് STD പെയർ, ഒന്ന് STD ടപ്പിൾ, STD ഗെറ്റ് എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്തു, പിന്നെ STD ടൈ എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്തു. ഇതെല്ലാം റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഈ 2 സംഭവത്തിനോടാണ്. അതായത് പെയറും ടപ്പിളിനോട് റിലേറ്റ് ചെയ്ത സംഭവങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യേണ്ട സ്ഥലങ്ങളും നിങ്ങൾക്ക് എവിടെയാണ് ഇത് യൂസ് ചെയ്യേണ്ടി വരിക, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു സിറ്റുവേഷൻ വരികയാണ്, ഇപ്പോൾ ഒരു ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് ഒന്നിൽ കൂടുതൽ സംഭവങ്ങൾ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സംഭവം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് STD പെയറോ STD ടപ്പിളോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ 2 എലമെൻ്റ് ഉള്ളെങ്കിൽ STD ടപ്പിൾ യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, അത് നിങ്ങൾക്ക് നിങ്ങളുടെ യൂസ് കേസ് പോലെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, നമ്മൾക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻ തരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ട് വരും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.